will discuss some problems. Verify Green's theorem for the line integral over c xy dx plus x square dy, where c is the curve enclosing the region bounded by the parabola y equal to x square and the line y equal to x. Counter clockwise direction. ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻ ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഇത് പിയും ഇത് ക്യൂ ആണ്. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ അല്ലേ. അപ്പോൾ ഇത് പിയും ഇത് ക്യൂ ആണ്. അപ്പോൾ അതുപോലെ റീജിയൻ തന്നിട്ടുണ്ട്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോളയും അതുപോലെ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനും കൂടെ കവർ ചെയ്യുന്ന അതിനിടയിലുള്ള പോർഷനാണ്. അപ്പൊ നമുക്ക് ആ റീജിയൻ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. നമുക്കറിയാം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് ഒരു പരാബോളയാണെന്ന് അറിയാം. ഏകദേശം ഞാൻ ഷേപ്പ് വരയ്ക്കാം. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള. അടുത്തത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. അതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. ഇത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള. അപ്പൊ ഇതിനിടയിലുള്ള പോർഷനാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവിടെ ഈ രണ്ട് പോയിന്റുകൾ ഏതാന്ന് കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അതെങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആവുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഏതാണ്? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിനർത്ഥം എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1. അപ്പൊ എക്സ് 0 ആവുന്ന അത് എക്സ് 1 ആവുന്ന പോയിന്റിൽ ആണ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ് 0 ആവുന്ന പോയിന്റ് ഇത്, എക്സ് 1 ആവുന്ന പോയിന്റിൽ വൈ എന്താവും? വൈയും 1 ആവും അല്ലെ. അപ്പൊ ഇതാണ് 1 പറഞ്ഞ പോയിന്റ്, ഇവിടെ 1 പറഞ്ഞ പോയിന്റ്. അപ്പൊ 1 പറഞ്ഞ പോയിന്റും അതുപോലെ 0 എന്ന് പറഞ്ഞ പോയിന്റും ആണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. The parabola y equal to x square and the line y equal to x intersect at the origin 0 and at ordered pair 1. Therefore, the region R in question is the region enclosed by the part of the curve y equal to x square between 0 and ordered pair 1. സേ നമ്മൾ ഈ കർവിനെ നമ്മൾ എന്ത് എടുക്കുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ. ഇതിനെ സേ C1 എന്ന് വിളിച്ചു. ആൻഡ് ദ ലൈൻ ജോയിനിങ് 1 ആൻഡ് 0 സേ C2. അതിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇതിനെ C2 എന്നും വിളിച്ചു. സേ C2. ദ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ സി എന്ന് പറയുന്നത് അപ്പൊ എന്താ? ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ, ഇതാണ് പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സി ആയിട്ട് എടുക്കാം. സി കൺസിസ്റ്റ് ഓഫ് ദ കർവ് C1 ആൻഡ് C2. ദാറ്റ് ഈസ് സി ഈക്വൽ ടു C1 യൂണിയൻ C2 നമുക്ക് എഴുതാം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? C1ന്റെയും C2ന്റെയും പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് C1ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാൻ പോവാണ്. The parametric representation of C1 is C1 എന്ന് പറഞ്ഞാൽ ഈ കർവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ വേരിയബിൾ കൊടുക്കാം. ഇപ്പൊ എക്സിന് ഞാൻ ടി കൊടുത്തു. C1ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു ടി കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയർ ആണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് എന്ന് പറയുന്നത് ടി ആയതുകൊണ്ട് ടി സ്ക്വയർ. ഇവിടെ ടി വേരി ചെയ്യുന്നത്, ടി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് വേരി ചെയ്യുന്നത് 0 to 1 വരെ ഉള്ളൂ നമ്മുടെ റീജിയനിൽ. അങ്ങനെയുള്ളൂ. ഇത് പാരാമെട്രിക് റെപ്രസെന്റേഷനിൽ എഴുതി ഇങ്ങനെ എഴുതാതെ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. അത് നമ്മൾ അവിടെ ലൈൻ ഇന്റഗ്രൽ കാണുന്നിടത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈക്ക് ഓരോ ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇതായിരിക്കും ഇത്തിരി കൂടെ എളുപ്പമായിട്ട് വരുന്നത്. C1ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ്. ഇനി അപ്പൊ നമ്മുടെ C1ല് എന്തൊക്കെ കണ്ടുപിടിക്കണം? dxഉം dy ഒക്കെ കണ്ടുപിടിക്കണം അല്ലെ. ഹെൻസ് ഓൺ C1
എക്സ് ഈക്വൽ ടു ടി ആയതുകൊണ്ട് ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഡി ടി കിട്ടി. അതുപോലെ y ഈക്വൽ ടു ടി സ്ക്വയർ ആയതുകൊണ്ട് dy എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2t dt കിട്ടി. പിന്നെ t വേരീസ് ഫ്രം 0 to 1. ഇനി അടുത്തത് C2ന്റെ കേസിൽ. C2ന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഈ 1 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 0 0ലേക്ക്, ഇതാണ് ഡയറക്ഷൻ. ഇങ്ങനെ ആക്കി എടുക്കരുത്, അപ്പൊ നമുക്ക് ഡയറക്ഷൻ മാറും. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവ് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ, ഇങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ക്ലോസ്ഡ് കർവ് ആവാതെ പോവും. അപ്പൊ ഡയറക്ഷൻ ഒരിക്കലും മാറരുത്. അപ്പൊ ദ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് C2 ഈസ്, ഇവിടെ നമ്മൾ എക്സ് ടി ആയിട്ട് കൊടുത്തു. അപ്പൊ y എന്ത് വരും? y എന്ന് പറയുന്നത് എക്സ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ y എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ടി ആണ്. ഇവിടെയും ടി എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0 to 1 ആണ് അല്ലെ. സോറി, നേരെ തിരിച്ചാണ്, 1 to 0 ആണ്. ടി വേരീസ് ഫ്രം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്ത ടി വാരീസ് ഫ്രം 1 to 0 എന്ന് കൊടുക്കാം. അപ്പൊ ഹെൻസ് ഓൺ C2 എക്സ് ഈക്വൽ ടു ടി ആയതുകൊണ്ട് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി വന്നു. അടുത്തത് y ഈക്വൽ ടു ടി ആയതുകൊണ്ട് ഡി വൈയും എന്ത് വന്നു? ഡി ടി എന്ന് വന്നു. പിന്നെ ടി വേരീസ് ഫ്രം 1 to 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻ ഇന്റഗ്രൽ അങ്ങ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഡബിൾ ഇന്റഗ്രലിന്റെ ആ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക ആദ്യം, അതിനുശേഷം റൈറ്റ് സൈഡ്. therefore ലൈൻ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കുന്നത്. ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. ഇവിടെ ഫംഗ്ഷൻ ഇതാണ് അല്ലേ. അപ്പൊ ഇതില് നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഇന്റഗ്രൽ C1ന്റെ കേസിൽ ചെയ്യുക, അടുത്ത C2ന്റെ കേസിലും ചെയ്യുക. രണ്ടും വേറെ വേറെ ചെയ്യണം. അപ്പൊ ഇവിടെ C1ന്റെ കേസിൽ എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ കാണണം. പ്ലസ് C2ന്റെ കേസിലും ഇത് കാണണം, എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. അപ്പൊ ഇത് ഈ C1ന്റെ കേസിൽ നമുക്കറിയാം ഇവിടെ ടി എന്ന് പറഞ്ഞ പാരാമീറ്ററിന്റെ റെപ്രസെന്റേഷനിൽ എഴുതണം. അപ്പൊ ടി വേരീസ് ഫ്രം 0 to 1 ആണ്. അവിടെ എക്സ് എന്ന് പറയുന്നത് ടി ആണ്, വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ടി ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ടി സ്ക്വയർ വരും. ഡി വൈ എന്ന് പറയുന്നത് നമുക്കറിയാം 2t ഡി ടി ആണ്. അപ്പൊ ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് C2ലുള്ളത്. C2ല് ലിമിറ്റ് ടി വാരീസ് ഫ്രം 1 to 0 ആണ്. അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ടി ആണ്, വൈ എന്ന് പറയുന്നതും ടി ആണ്, ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ്. എക്സ് എന്ന് പറയുന്നത് ടി ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ടി സ്ക്വയർ വരും, ഡി വൈ എന്ന് പറയുന്നത് ഡി ടി ആണ്. ഇനി നമ്മൾ ടീന്റെ ടൈമിലായി മൊത്തം ഇക്വേഷൻ, ഇനി ഇതങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1, ഇവിടെ നമുക്ക് ടി ക്യൂബ് ഡി ടി പ്ലസ് ഇവിടെ 2t ക്യൂബ് എന്ന് വരും. അപ്പൊ ഈ രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 2t ക്യൂബും ഇവിടെ t ക്യൂബും. അപ്പൊ എത്ര വരും മൊത്തത്തില്? 2 + 1 3t ക്യൂബ് ഡി ടി എന്ന് വരും. പിന്നെ ഇതില് ഈ ലിമിറ്റ് ഒന്ന് 0 to 1 ആക്കാൻ പോവാം. 0 to 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. മൈനസ് ഇന്റഗ്രൽ 0 to 1, ഇത് ടി സ്ക്വയർ ഡി ടി ആവും, ഇത് ടി സ്ക്വയർ ഡി ടി ആവും. അപ്പൊ 2t സ്ക്വയർ ഡി ടി അല്ലേ. അപ്പൊ നമ്മളിവിടെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി ക്യൂബിന്റെ ഇന്റഗ്രേഷൻ 3 കോൺസ്റ്റന്റ് ആണ്. ടി ക്യൂബിന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും? t⁴/4 ലിമിറ്റ് 0 to 1 ആണ്. ഇത് വേണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, കാരണം രണ്ടിന്റെ ലിമിറ്റ് 0 to 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി 2t സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ 2t³/3 0 to 1. അപ്പോൾ ലിമിറ്റ് കൊടുക്കുക, ആൻസർ കിട്ടും. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/4. 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ, മൈനസ് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 2/3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 3 9 മൈനസ് 4 × 2 8 ഡിവൈഡഡ് ബൈ 4 × 3 12. അപ്പോൾ 1/12. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്ന ലൈൻ ഇന്റഗ്രൽ. ഇനി റൈറ്റ് സൈഡിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഗ്രീൻസ് തിയറം വെരിഫൈഡ് ആവും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഇന്റഗ്രേഷൻ, ഡബിൾ ഇന്റഗ്രേഷൻ നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചായിരുന്നു. ആ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിൽ നമ്മൾ ആ പിക്ചർ വേണം. പിക്ചറിൽ നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് y = x² എന്ന് പറഞ്ഞാൽ പരാബോള എന്ന് വിചാരിക്കുക. നേരത്തെ വരച്ച പിക്ചർ ഓർമ്മയുണ്ടല്ലോ. ഇത് y = x² x എന്ന് പറഞ്ഞ ലൈന്. ഇതാണ് നമ്മുടെ റീജിയൻ, അല്ല ഇത് 0 0 എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് 1 1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് C1 എന്ന് പറഞ്ഞ കർവ്, ഡയറക്ഷൻ ഇതാണ്. ഇത് C2 എന്ന് പറയുന്ന ലൈൻ, കർവ് ആണ്. അപ്പൊ ഇനി നമ്മള് ഇവിടെ നമ്മുടെ എക്സും വൈയും വേരി ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഡബിൾ ഇന്റഗ്രൽ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് റീജിയൻ ആദ്യം കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ L cutting through the region R in the direction of increasing y. But the line L enters the region R when y = x² and leaves the region R when y = x. അപ്പോൾ നമ്മുടെ y വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാന്ന് കിട്ടി. Hence in the region R y varies from x² to x. To cover the entire region R, the line L should move from x = 0 to x = the point 1. Hence the limit of integration എന്ന് വെച്ചാൽ x varies from 0 to 1. Hence region R is defined by R such that x² < y < x and 0 < x < 1. ഇനി നമുക്ക് ഡബിൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കാലോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ആവശ്യമുണ്ട്. നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ R ∂Q/∂x മൈനസ് ∂P/∂y dA ആയിരുന്നു. അപ്പൊ ഈ ∂Q/∂x ഉം ∂P/∂y അത് നമുക്കറിയില്ല. പിയും Q എന്താണെന്നറിയാം. P = xy ആണ്, അതുപോലെ Q = x² ആണ്. ഇത് എവിടുന്നാ കിട്ടിയത്? നമ്മുടെ ലൈൻ ഇന്റഗ്രൽ കാണുന്നിടത്ത് അവിടെ P/dx + Q/dy ആണ് ശരിക്കും. അപ്പൊ അതിൽ P എന്ന് പറയുന്ന xy ആണ് തന്നേക്കുന്നത്, അതുപോലെ Q എന്ന് പറയുന്ന x² ആണ്. ആ വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത്. ഒത്തിരി ഫങ്ഷൻസ് വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇവിടെ ആ P ആണ് എടുക്കേണ്ടത്. P/dx + Q/dy എന്ന് പറഞ്ഞ ഫോമിലാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ തന്നേക്കുന്നത്. അപ്പൊ അവിടുന്ന് വേണം Pയും Q എടുക്കാൻ. എന്നിട്ട് ∂Q/∂x ഉം ∂P/∂y ഉം കണ്ടുപിടിക്കാം. അപ്പൊ ഓൾസോ ∂Q/∂x = എന്ത് വരും? 2x. അതുപോലെ ∂P/∂y വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഉം കിട്ടും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ. ഇവിടെ ആദ്യം കോൺസ്റ്റന്റ് ലിമിറ്റ് ഉള്ളത് x-നാണ്. അപ്പൊ 0 to 1 x വേരി ചെയ്യുന്നത്. ഇനി y വേരി ചെയ്യുന്ന x² to x ആണ്. ∂Q/∂x എന്താ? 2x. ∂P/∂y എന്ന് പറയുന്നത് x. ഇവിടെ ആദ്യം dy എഴുതാം, പിന്നെ dx എഴുതാം. 2x - x എന്താ? x ആണ്.
അപ്പൊ എക്സിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ 0 to 1 എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് വൈ കിട്ടും. വേരീസ് ഫ്രം എക്സ് സ്ക്വയർ ടു എക്സ് ഡി എക്സ്. പിന്നെ ലിമിറ്റ് കൊടുക്കുക, വൈക്ക് ലിമിറ്റ് കൊടുക്കണം, എക്സിനായി പോകരുത്. വൈക്ക് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ് കിട്ടും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഡി എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഡി എക്സ്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4/4 എന്ന് കിട്ടും. 0 to 1 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. ഇവിടെ 1/4 കിട്ടും. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0. അപ്പൊ ഇതാണ് ആൻസർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് 1 into 4 4 minus 3 divided by 12 which is equal to 1/12. അപ്പൊ നമ്മൾ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചപ്പോൾ ആൻസർ എന്തായിരുന്നു കിട്ടിയത്? 1/12 തന്നെയാണ് കിട്ടിയത്. അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇക്വേഷൻ 1 ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? From equation 1 and 2 we get integral over c p dx plus q dy equal to double integral over r dou q by dou x minus dou p by dou y dA. അപ്പൊ ഈ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ട് തിയറങ്ങളുടെ ഉണ്ട്, അത് വെരിഫൈ ചെയ്യാനുള്ളത് അധികം എക്സാമിനും എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ഭാഗമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാല് അത്രയും മാർക്കെങ്കിലും കിട്ടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രീൻസ് തിയറത്തിന്റെ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. ഈ സ്റ്റേറ്റ്മെന്റും ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എന്നിട്ട് ഇത് എസ്ഐ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ള, ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 മെത്തേഡിലും ഇവിടെ ആൻസർ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ, അല്ലെ? 2 മെത്തേഡിലും ആൻസർ കണ്ടുപിടിച്ച് 2 കൂടെ ഇക്വേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. 2 മെത്തേഡിലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാം. അപ്പൊ ഇതെല്ലാരും ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ഒത്തിരി എളുപ്പമായി കിട്ടും. നമ്മൾ ഈ ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാനല്ലാതെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാവുന്നത് എങ്ങനെയാണ്? ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനും ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ലൈൻ ഇന്റഗ്രൽ കാണാൻ. അത് നമുക്ക് ഈ ഗ്രീൻസ് തിയറം വെച്ചിട്ട് ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ, 2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഡബിൾ ഇന്റഗ്രൽ കാണാൻ നമുക്ക് അറിയാം ചിലപ്പോ, പക്ഷെ ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ അത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ഒരു 2-3-4 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ എളുപ്പത്തില് നമുക്ക് കിട്ടുന്നില്ലേ നോക്കാം. ചെയ്യാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്റഗ്രൽ അവർ സി എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി വൈ കൗണ്ടർ ക്ലോക്ക് വൈസ് അറൌണ്ട് ദ ബൗണ്ടറി സി, where C is the rectangle with vertices 0 0 2 0 2 3 0 3. ഒരു റെക്ടാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ. ഈ ലൈൻ ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രീൻസ് തിയറം വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഡയറക്റ്റ് ലൈൻ ഇന്റഗ്രലിൽ കാണേണ്ട കാര്യമില്ല. അപ്പൊ ഒരു റെക്ടാങ്കിൾ ഒക്കെ ആവുമ്പോൾ നമുക്ക് അവിടെ 4 കേവുകളാ വരിക, അല്ലെ? അപ്പൊ ആ 4 കേവിലും ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ട വരും. ഇത് ഡയറക്റ്റാ കണ്ടുപിടിക്കുന്നെങ്കിൽ നമ്മള് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ടാ കാണുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷനിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ
കിട്ടുന്നതായിരിക്കും. അപ്പൊ അതാണ് ഇത്രയും കൂടി എളുപ്പം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ റീജിയൻ ഒന്ന് വരച്ചു നോക്കാം. റെക്ടാങ്കിൾ എങ്ങനെ വരും, സി എന്ന് പറയുന്ന കേർവ് എങ്ങനെ വരും നോക്കാം. അപ്പൊ നമ്മുടെ വരയ്ക്കാനായിട്ട് ആദ്യം പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് മാർക്ക് ചെയ്യുക. 0, 1, 2, 3, 1, 2, 3. അപ്പോൾ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പൊ ഇതാണ് ഒരു വെർട്ടീസ്. പിന്നെ 2, 0 എന്ന് പറഞ്ഞത് എക്സിൽ 2 വൈയിൽ 0, അടുത്ത പോയിന്റ് ഇതാണ്. പിന്നെ 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് അതെവിടെ വരും, ഇവിടെ വരും. അടുത്തത് 3, 0 എന്ന് അല്ല 0, 3 എന്ന് പറയുന്നത് എക്സ് 0യും വൈ 3 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വെർട്ടിസസ്. അപ്പൊ അത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റെക്റ്റാങ്കിൾ കിട്ടും. റെക്റ്റാങ്കിൾ പോലെ നോക്കിയാൽ സ്ട്രേറ്റ് ലൈൻ ഒന്നുമല്ല. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിള് തന്നിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇതിനുള്ളിലുള്ള പോർഷൻ ആണ് നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ R, ഈ റെക്റ്റാങ്കിള്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടാണ് വരും. അപ്പൊ ഇതാണ് നമ്മുടെ കേർവ്, സി എന്ന് പറഞ്ഞ കേർവ്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തോളൂ. 2, 3, ഇത് 2, 0, 0, 0, 0, 3. But here the path of integration C is the boundary of the rectangles with the vertices 0, 0, 2, 0, 2, 3 and 0, 3 in the counterclockwise direction. Let R denote the plane region bounded by C. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പിയും ക്യൂ എന്താണെന്ന് നമ്മൾക്ക് അറിയണം. പി ഓഫ് എക്സ് വൈ എന്താണ്, പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഇതാണ്, എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് എന്താ, വൈ സ്ക്വയർ ഇ റേസ് ടു എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈ ആണ്. അപ്പൊ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ത് വരും, ഡോ ക്യൂ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. അതുപോലെ ഡോ പി ബൈ ഡോ വൈ എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ ഇന്റഗ്രല് വാല്യൂറ്റ് ചെയ്യാം. അതിന്റെ റീജിയന് കണ്ടുപിടിക്കണം. റീജിയൻ എന്താ, അപ്പൊ അവിടെ റീജിയൻ കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല, കാരണം ഇവിടെ ഫംഗ്ഷൻ ഒന്നും അല്ല, പോയിന്റ് ആണ്. ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് 0 to 2 ആണ് അല്ലെ. എക്സ് 0 to 2 വരെയുള്ളൂ. റെക്ടാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പറയാം, വേറൊരു ഫംഗ്ഷനും അല്ലല്ലോ. സ്ട്രേറ്റ് ലൈൻ കൊണ്ടല്ലേ എക്സ് വേരി ചെയ്യുന്നത്, ഇവിടുന്ന് 0 to 2 ആണ്. അതുപോലെ വൈ വേരി ചെയ്യുന്നത് 0 to 3 ആണ്. സ്ട്രേറ്റ് ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ here we can conclude that the region R, which is shaded region, is completely determined by the inequalities 0 less than or equal to x less than or equal to 2 and 0 less than or equal to y less than or equal to 3. പിന്നെ നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. എല്ലാ വാല്യൂസും നമുക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഹെൻസ് നമുക്ക് എന്താ പറയാ, ഈ പി ക്യൂവും അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആവണം ഗ്രീൻസ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ. പി ക്യൂ, സിൻസ് പി ക്യൂ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ് ഓൺ ആർ. By Green's theorem in the plane we get integral over c x square e raised to y dx plus y square e raised to x dy equal to എന്താണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി
പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. അതുകൂടെ വേണമെങ്കിൽ ഇവിടെ എഴുതിക്കോളൂ കേട്ടോ ഇതിനിടയിൽ. വിച്ച് ഇസ് ഈക്വൽ ടു ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ R എന്ന് പറയുന്നത് ഇവിടെ റീജിയൻ ഏതാ നമുക്കറിയാം. ഏതായിരുന്നു ആദ്യം? എക്സ് ആണ്. വൈ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എക്സിന്റെ ആദ്യം കൊടുത്തു, അടുത്ത വൈ കൊടുത്തു. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ്? വൈ സ്ക്വയർ ഇ റേസ് ടു എക്സ്. ഡോ പി ബൈ ഡോ വൈ എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ. ഇത് വൈന്റെ ലിമിറ്റാ. അപ്പൊ ഡി വൈ ഡി എക്സ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, രണ്ടിനും കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വൈ ക്യൂബ് ഇ റേസ് ടു എക്സ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ. ഇ റേസ് ടു വൈന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു വൈ തന്നെ. ലിമിറ്റ് 0 to 3 ഡി എക്സ്. അപ്പൊ ഇതില് വൈക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 3. ഇന്റഗ്രൽ 0 to 2 വൈക്ക് 3 കൊടുത്താൽ 3 ക്യൂബ് കിട്ടും. ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ അത് ഒരെണ്ണം ഒരു 3 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 3 സ്ക്വയർ 9 കിട്ടും. 9 ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. വൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂബ് കിട്ടും. ഇനി 0 കൊടുക്കുന്നെങ്കിലോ വൈക്ക് 0 കൊടുത്താൽ ഇവിടെ 0 ആയി പോവും. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് ആയി. അപ്പൊ എക്സ് സ്ക്വയർ ഇ റേസ് ടു 0 1 ആണ്. ഇ റേസ് ടു 0 1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു 1 വരും. അപ്പൊ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു എക്സ് തന്നെ. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to 2. അപ്പൊ വാല്യൂസ് 2 കൊടുക്കുക. 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 9 ഇ സ്ക്വയർ മൈനസ് ഇ ക്യൂബ് ഉണ്ട്. ഇതിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 കിട്ടും. അപ്പൊ 8/3 ഇ ക്യൂബ് പ്ലസ് ഇവിടെ 8/3. ഇനി അടുത്ത് 0 കൊടുക്കുക. 0 കൊടുക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിപ്പോ. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ റേസ് ടു 0 1 ആവും. ബാക്കി എന്താ ഉള്ളത്? 9 ഉണ്ട്. അപ്പൊ ഇവിടെ മൈനസ് 9 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ളതെല്ലാം ഒരുമിച്ച് എടുക്കുക. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ഉള്ളത് ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും നോക്കാം. അപ്പൊ ഇതാണ് കിട്ടുക 9 ഇ സ്ക്വയർ മൈനസ് 8/3 ഇ ക്യൂബ്. പിന്നെ 8/3 മൈനസ് 9 ചെയ്യുക. എന്ത് വരും? 8 മൈനസ് 9 into 3 27/3 എന്ന് കിട്ടും. അപ്പോൾ 27ഉം 8 മൈനസ് 27 എന്ത് കിട്ടും? മൈനസ് 19 കിട്ടും. അപ്പൊ അതോടെ മൈനസ് 19/3 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കുക. ലൈൻ ഇന്റഗ്രൽ ഡയറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരു റെക്ടാങ്കിളിലെയോ സ്ക്വയറിനെയോ എന്തോ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്ത്. അവിടെ നമ്മൾ ഇങ്ങനെയുള്ളത് ഇതൊരു കേവ് C1, അടുത്ത ഇത് ഒരു കേവ് C2, അടുത്ത ഇത് C3, ഇത് C4 ആയിട്ട് എടുത്തു. എന്നിട്ട് ഓരോന്നിലും ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെന്ന് ചെയ്തത്. അപ്പൊ അതിലും എളുപ്പമാണ് നമുക്ക് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെ ചില കേസിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതാണ് ഗ്രീൻസ് തിയറത്തിന്റെ ഒരു പ്രത്യേകത.